ഹായ് ഗായ്സ്. അപ്പൊ ഇന്ന് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, പാനസോണിക്കിന്റെ മിക്സർ ആൻഡ് ഗ്രൈൻഡർ ആണിത്. അപ്പൊ ഞങ്ങൾ ഒരു 10 ഇയേഴ്സ് ആയിട്ട് അല്ലേ 10 ഇയേഴ്സ് ആയിട്ട് നമ്മള് പാനസോണിക്കിന്റെ മിക്സർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എല്ലാം ഇതായിട്ട് നമ്മൾ വേറെ മിക്സി ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ കംപ്ലൈന്റ് ആണ്. നല്ല റിവ്യൂ ഒക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ എടുക്കുക, പക്ഷെ അതിന് എന്തെങ്കിലും ഇഷ്യൂ വരും. അപ്പൊ നമുക്ക് സപ്പോർട്ട് ചെയ്തത് പാനസോണിക് മിക്സി ആയിരുന്നു. ആയിട്ട് ഞങ്ങൾ യൂസ് ചെയ്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഭയങ്കര സപ്പോർട്ടായിരുന്നു. എല്ലാ ഹെവി ലോഡ് ആണെങ്കിലും നമ്മൾ എന്തും ഒരു കംപ്ലൈന്റ് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഇപ്പൊ അതിന് മോട്ടോർ കംപ്ലൈന്റ് ആയി, അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. അത് മാക്സിമം സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പാനസോണിക്കിന്റെ തന്നെ അതിന്റെ പുതിയ മീൻസ് ആ മോഡൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ മാക്സിൽ പോയി. അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് പുതിയൊരു ലോഞ്ച്. ഇപ്പം ഒരു 1 ഇയർ അല്ലേ, 1 ഇയർ ബിഫോർ അവര് പുതിയ അപ്ഡേഷൻ പാനസോണിക് മിക്സർ ആൻഡ് ഗ്രൈൻഡറിന്റെ ദാണ്ട് നോക്കി ഈ ഒരു മോഡൽ അവർ കളറൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് തിങ്സ്, അവര് വാട്ട് അപ്ഗ്രേഡ് ചെയ്തു. മറ്റേ 1000 വാട്ട് ആയിരുന്നു, ഇതിപ്പോ 2000 വാട്ട് ആണ്. പിന്നെ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് ദ മോഡൽ. മറ്റേത് വൈറ്റ് ആയിരുന്നു, ജാറൊക്കെ സിമിലർ തന്നെയായിരുന്നു. വാട്ട് അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് എനിക്ക് ഒന്ന് റെസിപ്പി ബുക്കാണ് കേട്ടോ. ഇത് റെസിപ്പി ബുക്കാണ്. ഇത് നോക്കിട്ട് ഞങ്ങൾ കുറെ ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ വട്ടവും ഒരു സ്പാച്ചിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ സെയിം നമുക്ക് മറ്റേതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇതാണ് ഒരു ജാർ. ഇത് ഗ്രൈൻഡർ ആണ് എനിക്ക് തോന്നുന്നു. ഇത് അരിക്കുള്ളതായിരിക്കും. ഇത് നമുക്ക് എല്ലാം യൂസ് ചെയ്യാം, പക്ഷെ നമ്മളിപ്പോ അരി അരയ്ക്കാനൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് അപ്പത്തിന്, ദോശയ്ക്ക്, ഇഡ്ലിക്കൊക്കെ ഞങ്ങൾ ഇതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ബ്ലേഡ് നോക്കട്ടെടാ. പാനസോണിക്കിന്റെ മറ്റേത് തന്നെ നിങ്ങൾക്ക് 100% ഗ്യാരണ്ടിയാണ്. ഭയങ്കര നല്ല. ഞങ്ങൾ ഒരുപാട് മിക്സി വീട്ടിലൊക്കെ, എന്റെ വീട്ടിലാണെങ്കിലും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇത് റെക്കമെൻഡ് ചെയ്തിട്ട് ഞങ്ങളുടെ കുറെ റിലേറ്റീവ്സ് ഒക്കെ ഇത് എടുത്തിട്ടുണ്ട്. ഭയങ്കര നല്ല മിക്സിയാണ് പാനസോണിക്കിന്റെ 1000 വാട്ടിന്റെ ഓൾഡ് മോഡൽ. ഇത് ഇപ്പൊ നമുക്ക് UAE കിട്ടുന്ന കാരണം കുറച്ചും കൂടെ ക്വാളിറ്റി അപ്ഗ്രേഡ് ആയിരിക്കും കേട്ടോ. എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ അവർ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ മേടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്വാളിറ്റി കിട്ടും. നാട്ടിലത്തെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ റിവ്യൂ പറയാം കേട്ടോ. ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല, അതും ഇതും സെയിം ആണോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. ഓക്കെ, നമ്മൾക്ക് ഇത് ഭയങ്കര നല്ല മിക്സി ആയിട്ട് തോന്നി. അപ്പം മിക്സി ഒരു ഇമ്പോർട്ടന്റ് കാര്യം തന്നെ ആണല്ലോ. നമുക്ക് എപ്പോഴും മിക്സി മാറ്റാൻ ഒക്കത്തില്ല. പിന്നെ അതിന് റിപ്പയറിങ്ങിനെ ടൈം കാണത്തുള്ളൂ. പിന്നെ നമ്മളൊരു എടുത്തിട്ട് നമുക്ക് സപ്പോർട്ട് പെട്ടെന്ന് കളയാനും പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പാനസോണിക്കിന്റെ ഇതൊരു സെക്കൻഡ് ജാറാണ്. ടോട്ടൽ 4 ജാറാണ് കേട്ടോ വരുന്നത്. ഇത് ജ്യൂസറാണ്. ഓക്കെ, ഇതിനകത്ത് തന്നെ ഒരു ഫിൽറ്റർ വരുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ ജ്യൂസ് വെച്ചിട്ട് അതിന്റെ എക്സസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഒക്കെ വരും. നിങ്ങൾക്ക് നല്ല ഫ്രഷ് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത്. പിന്നെ ഇത് വെറ്റ് ഗ്രൈൻഡർ ആണ്. ഓക്കെ, ഇതിന്റെ കുറച്ച് ഇതിനകത്ത് ഒരു അപ്ഡേഷൻ അവർ വരുത്തിയിട്ടുണ്ട്. മോട്ടറും കൂടി ഞാൻ എടുത്തു വെക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാത് അതിന്റെ ഒരു അപ്ഡേഷൻ. അതുകൊണ്ടാണ് എസ്പെഷ്യലി വാട്ടും കൂടുതലാണ്. പിന്നെ ഇതിനകത്ത് ആ വെറ്റ് ഗ്രൈൻഡറിനകത്ത് അവര് 3 ജാറ് എക്സ്ട്രാ വരുത്തിയിട്ടുണ്ട്. അതിന്റെ നല്ല ഫിനിഷ് ഉണ്ട് കേട്ടോ. കളർ കോംബോ ഫിനിഷ് ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലേ. റെഡ് ആൻഡ് ബ്ലാക്ക്, മറ്റേത് വൈറ്റ് ആയിരുന്നു. അപ്പം ഇതും ഇരിക്കട്ടെ ഇഷ്ടംപോലെ കാലം. അതാ, ഇഷ്ടംപോലെ കുറെ വർഷം ഇരിക്കട്ടെ. ജ്യൂസറാണ് ഞാൻ പറഞ്ഞു. ഇത് നമുക്ക് അരി അരയ്ക്കാനും ദോശയ്ക്കൊക്കെ അരയ്ക്കാനൊക്കെ നല്ല ഹെവി ഡ്യൂട്ടി ചെയ്യും, നല്ലപോലെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇത് വന്നിട്ട് നമുക്ക് മീൻ കറി അരയ്ക്കാനൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ
1 2 3 4 4 ജാറാണ്. ഇത് വെറ്റ് ഗ്രൈൻഡർ ആണ്. ഇതിനകത്ത് തന്നെ അഡീഷണലി ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതാണ് ഇതിനകത്ത് കുറച്ചും കൂടി ഇഷ്ടത്. മറ്റേതിനകത്ത് ഈ 4 ജാർ തന്നെ ഉണ്ട്. ഈ വെറ്റ് ഗ്രൈൻഡറിനകത്ത് ഒറ്റ ലിഡേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനകത്ത് ഇപ്പൊ 3 ലിഡ് ഉണ്ട്. ഇതിനകത്ത് ഈ ലിഡിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഒരു അറ്റാച്ച്ഡ് ഇത് അവർ വെച്ചിട്ടുണ്ട്. ഇതിന്റെ യൂസ് എന്ന് വെച്ചാൽ നമ്മളിപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതല്ലെങ്കിൽ നമ്മൾ ചമ്മന്തി നമ്മള് അതിന്റെ കൂടെ കഴിക്കുന്ന വെള്ളമില്ലാതെ ചമ്മന്തി അരയ്ക്കുമല്ലോ, അതിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ, പിന്നെ അവിയലിനൊക്കെ അരയ്ക്കുമ്പോൾ നമ്മൾ ഇത് രണ്ടാമത് വീണ്ടും എക്സസ് ആയിട്ടുള്ളത് നമ്മൾ തുറന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് ഇത് ചെയ്തിട്ടല്ലേ ഇതിനകത്തോട്ട് ഇടുക. ഇതിപ്പോ ഓട്ടോമാറ്റിക്കലി നമ്മൾ വൺസ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് ഇത് ഈ ഒരു അറ്റാച്ച്മെന്റ് നിങ്ങൾ കാണുന്നുണ്ടോ, ഇത് തന്നെ ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് ആ എക്സസ് പാർട്ടിക്കിൾസും കൂടി ഇതിനകത്തുനിന്ന് റിമൂവ് ചെയ്ത് ഇതിനകത്തോട്ട് ഇട്ട് വീണ്ടും അത് നല്ല പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ വൺസ് നമ്മൾ ഒരു തവണ ഇത് ചെയ്താൽ പിന്നെ നമ്മൾ 2-3 തവണ ഇത് ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ ഇത് ചെയ്യേണ്ട കാര്യമില്ല. ആ ഡ്യൂട്ടി ഇത് തന്നെ ചെയ്തോളൂ. അതാണ് നമ്മൾ ചമ്മന്തി അരയ്ക്കാൻ നേരത്ത് ഇതെല്ലാം കൂടെ മുകളിലും എല്ലാ സ്ഥലത്തും കൂടെ അങ്ങ് പറ്റിപ്പിടിച്ചിരിക്കും. മോനെ ഒരു മിനിറ്റ് കേട്ടോ, ബാക്കി സംസാരിക്കട്ടെ. അപ്പം നമ്മൾ ചമ്മന്തി അരയ്ക്കാൻ നേരത്ത് അതെല്ലാം കൂടെ തെറിച്ച് ഈ മുകളിലും എല്ലാ സ്ഥലത്തും വന്ന് വീഴും. അപ്പം അത് നമുക്ക് തുറക്കാതെ തന്നെ, അതായത് കൈവച്ച് ചിലപ്പോൾ എരിവൊക്കെ അല്ലേ, അപ്പൊ കൈവച്ച് നമുക്ക് വടിച്ചിടുന്നതിന് പകരം ഇതിങ്ങനെ പിടിച്ച് കറക്കി കൊടുത്താൽ മതി. ഇത് ഓട്ടോമാറ്റിക്കലി ഇത് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇത് കറങ്ങുമോ എന്ന് പറഞ്ഞോ എന്നാണ് പറഞ്ഞത്. അതിന് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ കറങ്ങുന്നതാണ്. അതുകൊണ്ടാണ് എനിക്കിത് എസ്പെഷ്യലി ഇഷ്ടപ്പെട്ടത്. ഈ ഒരു ലിഡ് അറ്റാച്ച്ഡ് ആണ്. ഓട്ടോമാറ്റിക്കലി കറങ്ങുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. എന്താന്ന് വെച്ചാൽ ഇതുമായിട്ട് ഒരു മെക്കാനിസം ഇല്ല, കണക്ട് ചെയ്തിട്ടില്ല. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ലാസ്റ്റ് നമുക്ക് അരച്ചിട്ട് തുറക്കണ്ടായിരിക്കും. ആ ജാറ് ഓഫ് ചെയ്തിട്ട് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ആക്കി കൊടുക്കണമായിരിക്കും. എന്തൊക്കെയാലും അത് എനിക്കും അറിയത്തില്ല, വൈഫിനും അറിയത്തില്ല. വൈഫ് കേട്ടത് ഇങ്ങനെയാണ് കേട്ടത് ഇങ്ങനെയാണ്. ഇനി അതല്ലെങ്കിൽ കൂടെ എനിക്ക് ഈ ഒരു ഇത് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് നമുക്ക് കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചോ ചെയ്യണ്ട, അതിനകത്ത് തന്നെ നമുക്ക് ഒന്നീ കറക്കുക ചിലപ്പോൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഓട്ടോമാറ്റിക്കലി കറങ്ങുമായിരിക്കും. അല്ലെങ്കിലും ഹെൽപ്ഫുൾ ആണിത്. ബിക്കോസ് ഇതിനകത്ത് ഈ ഒരു ലിഡ് ഇങ്ങനെ വരുന്നത് വേറെ ഒരു മിക്സിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ, എനിക്ക് അതിനകത്ത് അത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിനകത്ത് തന്നെ വേറൊരു ലിഡ് വരുന്നുണ്ട്. അതായത് ഇതിനകത്ത് തന്നെ 3 ലിഡ് വരുന്നുണ്ട്. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആൻഡ് വെറ്റ് ഗ്രൈൻഡർ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് റിമൂവ് ചെയ്തിട്ട് ഇത് നമുക്ക് സ്പൈസസ് കുറച്ചും കൂടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ലിഡാണ്. അപ്പൊ നമുക്ക് സ്പൈസസ് ഒക്കെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഗരം മസാലയൊക്കെ അടിക്കാനും അങ്ങനെയൊക്കെയുള്ള ഡ്രൈ ഐറ്റംസ് ബ്ലെൻഡ് ചെയ്യാൻ നല്ലതായിരിക്കും ഇത്. അപ്പൊ നമുക്ക് ആ ലിഡ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വരുന്നത് വേറൊരു ലിഡും കൂടി വരുന്നുണ്ട്. അത് മോൻ ഇവിടെ എടുത്തോണ്ട് പോയി അത് ഹണ്ട് ചെയ്തിരിക്കുന്നു. മറ്റേ ലിഡാണ് ഇത്. നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമുക്ക് എന്തെങ്കിലും ഗ്രൈൻഡ് ചെയ്യണമെങ്കിൽ, ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഗ്രൈൻഡ് ചെയ്യണമെങ്കിൽ ഇത് വൈഡ് ആയിട്ടുള്ള ഒരു ലിഡാണ്. അപ്പൊ നിങ്ങൾക്ക് അത്രയും ക്വാണ്ടിറ്റി ഇതിനകത്ത് കൊള്ളും. ഓക്കെ, അങ്ങനെ 3 ലിഡാണ്. ഒന്ന് ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് ഇതിനകത്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പൊ ഇതിനകത്ത് സ്പേസ് ഉണ്ട്. പിന്നെ വരുന്നത് സ്പൈസസിൻ്റെത്, പിന്നെ വരുന്നത് വെറ്റ് ഗ്രൈൻഡർ. അതിനകത്ത് ഈ ഒരു അറ്റാച്ച്മെന്റ് ലിഡും കൂടി ഉണ്ട്. സോ മെയിൻലി നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും 2 ജാറായിരിക്കും. അതിനകത്ത് ഇത് ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്കിപ്പം ഈ പർപ്പസ് എല്ലാം നടക്കും. ചിലപ്പോൾ നമ്മളിപ്പോ മീൻ അരയ്ക്കണമെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലിട്ട് നിങ്ങൾക്ക് ഈ ലിഡ് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. മറ്റേത് രണ്ടും നിങ്ങൾക്ക് സേഫ് ആയിട്ട് മാറ്റി വെച്ചാൽ കുഴപ്പമില്ല. പിന്നെ വരുന്നത് വെറ്റ് ഗ്രൈൻഡറിനും ഈ ലിഡ് മാറ്റിയാൽ മതി. സ്പൈസസും. അപ്പം എസ്പെഷ്യലി ഒരു വീട്ടിൽ ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാം ഈ ഒരു ഇതിനകത്ത് നടന്നു. പിന്നെ വരുന്നത് ഇതൊന്നും ഒബ്വിയസ്ലി വേണ്ടി വരും നമുക്ക് ഇത് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്, പാനാസോണിക് ബ്രാൻഡ് എസ്പെഷ്യലി. അപ്പോൾ ഇതും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിട്ട് ഇരിക്കും എന്ന് കരുതുന്നു. സോ ഈ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. അതായത് ഇത് യൂസ് ചെയ്തിട്ടുള്ളവർ അവരുടെ റിവ്യൂ കമന്റ് ബോക്സിൽ പറയാം. സോ ബൈ, ടേക്ക് കെയർ.